ഹലോ നമസ്കാരം. ഐ എം ലിറ്റി ലോകനാഥ്. വെൽക്കം ടു മൈ ലെക്ചേഴ്സ്. മക്കളെ വേഗം വാ, നമുക്ക് നോക്കാം. നിങ്ങളോടൊപ്പം എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ഒക്കെ വേണം. അതിന് പറ്റിയൊരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഒരാൾ ഗ്രേറ്റ്നെസ്സിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഐ എം ട്രൂലി എക്സൈറ്റഡ് ടു converse with you, to travel with you, to make you to the path of that knowledge. So welcome. മക്കളെ പോവാം. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സക്സസ് ഇസ് നോട്ട് ഫൈനൽ ഓർ ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ. സക്സസ് എന്ന് പറയുന്നത് ഒരാൾക്കും ഫൈനലായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല. വി ഷുഡ് ഗോ ഫോർവേഡ് മോർ ആൻഡ് മോർ. അതേപോലെ തന്നെ ഫെയിലിയർ എന്ന് പറയുന്നത് ഫേറ്റലുമല്ല. വൺസ് യു ഹാവ് ഫെയിൽഡ്, ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫേറ്റൽ ഓർ ഇറ്റ് ഹാസ് ബീൻ ആൻഡ് എൻഡ് എന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഇറ്റ് ഇസ് എ കറേജ് ടു കണ്ടിന്യൂ. ഏത് സാഹചര്യത്തിൽ നിന്നും അതിജീവിക്കാനുള്ള നിങ്ങളുടെ ഒരു വിൽ പവർ, നിങ്ങളുടെ ത്രാണി, നിങ്ങളുടെ ആർജവമാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. സക്സസ് വിൽ ബി continued by failures and failures will be continued by success. അതുകൊണ്ട് what matters is that if you are continuing means you are മൂവിങ് ടു ഗ്രേറ്റ്നെസ്. അത് സുന്ദരമായി സർ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു തന്ന ഒരു കോട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്നുകൂടെ പറയാം. സക്സസ് ഇസ് ഷുവർലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവിയറൻസ്. എന്താണ് പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ? അത് ടോളറൻസിന്റെ അടുത്ത പടിയാണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ, നിതാന്തമായ ക്ഷമ. നമുക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അത് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകാനുള്ള നമ്മുടെ ആ ക്ഷമയുടെ ഒരു പരീക്ഷണത്തിനെയാണ് പെർസിവിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളിന്റെ വിജയം എന്ന് പറയുന്നത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എവറി ഡിസ്കറേജ്മെന്റ്, ഫ്രസ്ട്രേഷൻ, അല്ലെ? നമ്മൾ പറയുന്നത് സക്സസ് എന്ന് പറയുന്ന ഒരു ഐസ്ബർഗ് പോലെയാണ്. അതിന്റെ ടിപ്പ് മാത്രമേ ആൾക്കാർക്ക് കാണാൻ പറ്റൂ. അതിന്റെ വലിയ ഭാഗം കടലിന്റെ അടിയിൽ കിടക്കുകയാണ്. അവിടെ നമുക്ക് കിട്ടിയ ഹ്യൂമിലിയേഷൻ, നാണക്കേട്, നമ്മളെ അപമാനിച്ചത്, നമ്മുടെ നിരാശ, നമ്മുടെ സ്ലീപ്ലെസ് നൈറ്റ്സ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പെർസിവിയറൻസോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രമേ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ദ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർ അസ്. അപ്പോൾ വൈ ദിസ് ഹാസ് ബീൻ ഗിവൺ ടു യു? ഇത് നിങ്ങളുടെ ചെറിയ മനസ്സിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും, അല്ലെ? ആ പ്രായത്തിൽ കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ ഏറെ മോട്ടിവേഷൻ തരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ യു മസ്റ്റ് ഗോ ഫോർ ദ സെയിം ആൻഡ് സെയിം. നമ്മൾ മറ്റേതും അറിയണം, പക്ഷെ cherish these thoughts in mind so that you can develop. With the development of you, your family can develop, your society can develop. അതുകൊണ്ട് സക്സസ് സ്റ്റോറീസിലെ ആപ്തവാക്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. സിമിലർലി വി ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ് ഓൾസോ. അങ്ങനെ നമ്മൾ ഒരു ഘട്ടത്തിൽ അച്ചീവ് ചെയ്യുന്ന ഇൻസ്പിറേഷൻ ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ് ഓൾസോ. അപ്പോൾ ഇത് ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വൺസ് you are getting the same and in future you are giving the same. This unit highly enlightens or highlights the personality traits of some great people. അപ്പോൾ ഇവിടെ ചില വ്യക്തികളുടെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്രത്തോളമാണ് it emphasizes the qualities that are to be developed to become one successful in life. എങ്ങനെ ഒരു ജീവിതത്തിൽ വിജയിക്കാം, അല്ലെ? വിജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിചാരങ്ങളുടെ ഭാഗമാണ്. our thoughts, what is happening in our mind, that will be certainly become our ആക്ഷൻസ് ഓർ ഡീഡ്സ്. ആ ഡീഡ്സ് ആണ് നമ്മുടെ ഒരു ജീവിതം വിജയമോ പരാജയമോ ആക്കുന്നത്. നോട്ട് അറ്റ് ഓൾ our skin color, not the specificity of our tribe, caste, religion or whatever we are having. ഇതൊന്നും നമ്മുടെ സക്സസിനെ ബാധിക്കുന്നില്ല. The whole thing depends upon our trait or our character. It decides our destiny. അപ്പോൾ അത് ആദ്യം കൊടുത്തിരിക്കുന്ന എബ്രഹാം ലിങ്കന്റെ ഒരു സ്പീച്ച് വെച്ച് തുടങ്ങിയിട്ടാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് റെലവൻസ് വെൻ ഇറ്റ് ഈസ് കൺസിഡറിങ് യുവർ എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ നമുക്ക് അത് പറയാം. എയ്ബിന്റെ ആ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അവൻ ഫസ്റ്റ് സ്പീച്ച് പറയാൻ പോകുമ്പോൾ അവൻ്റെ ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ എയ്ബിന്റെ ഒരു
ഒരു ഉറ്റ സുഹൃത്തുണ്ട്, അവനായിരുന്നു ഇവൻ്റെ ക്വാളിറ്റിയിൽ ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യം. എക്സ്ക്യൂസ് മീ. അല്ലേ? അപ്പോൾ അവനാണ് ഇവൻ്റെ മുകളിൽ. അപ്പം അങ്ങനത്തെ സുഹൃത്തുക്കൾ വളരെ വിരളമാണ്. നൗ ഡേയ്സ് വെരി സ്കേഴ്സ് എന്ന് പറയേണ്ടി വരും, ഓർ വെരി റെയർ എന്ന് പറയേണ്ടി വരും. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, സ്കേഴ്സിറ്റിയെ പറ്റിയോ റെയർ ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ട. വി വോണ്ട് ടു തിങ്ക് അബൌട്ട് ദ അബണ്ടൻസ് വാട്ട് വൺ ഈസ് ഹാവിങ്. അല്ലെ, നമുക്കെപ്പോഴും ഉണ്ട്, എല്ലാ നന്മകളും നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ഉള്ളിലും ഒക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഹൈലൈറ്റും ചെയ്യുന്ന കുറച്ച് സംഗതികളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത്. അതർ എവറിത്തിങ്, ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ ഇടത്തും ഉണ്ട്. അപ്പോൾ അബ്രഹാം ലിങ്കന്റെ സ്പീച്ചിനെ പറ്റിയിട്ട്, ദ ബോയ് ഹാസ് എ സ്റ്റേജ് ഫ്രൈറ്റ് ആൻഡ് ഹീ ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ടു പെർഫോം ബിഫോർ ദ ജഡ്ജസ് ആൻഡ് ദ ഓഡിയൻസ്. അത് നിങ്ങളുടെ ജനറലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണ്. ഒരു കുട്ടി വളരെ പേടിച്ച്, കോൺഫിഡൻസ് കുറവായിട്ട്, പേടിയോട് കൂടിയിട്ട് നിൽക്കുന്നതൊക്കെ. ഹീ ഈസ് ട്രൈങ് ടു ഗെറ്റ് അവേ ബട്ട് ഹീ ഈസ് ബീങ് ഫോഴ്സ് ബൈ ദ ടീച്ചർ ടു സേ സംതിങ്. അത് നിങ്ങളുടെ ആ ഒരു പിക്ചറിനെ ആസ്പദമാക്കിയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വേറൊരു വില്യം ഷേക്സ്പിയറിൻ്റെ 12th നൈറ്റ് എന്ന് പറയുന്ന ഒരു നാടകത്തിലെ കോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം ആർ ബോൺ ഗ്രേറ്റ്, ചിലർ ഗ്രേറ്റ്നെസ്സോട് കൂടി ജനിക്കും. സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ചിലർ ജീവിതത്തിൽ ആ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യും. സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ഹിം, ചിലർക്ക് ഈ ഇൻബോൺ ആയിട്ടുള്ളതും എല്ലാം അവരുടെ ആ രക്തത്തിലും മാംസത്തിലെല്ലാം പിടിച്ചിങ്ങനെ നിൽക്കും, അതിനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ആദ്യമേ ഇറ്റ് is starting with the speech of Abraham Lincoln, who had been defeated for several times, and afterwards he became the president of യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലേ? അപ്പോൾ ആ ഒരു വിൽ പവറിൻ്റെ, ആ ഒരു പെർസിവിയറൻസിൻ്റെ, അത്രയും കാലം ക്ഷമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള എബ്രഹാം ലിങ്കൻ്റെ ആ ഒരു സ്കിൽ, ഒരു പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് വൊക്കാബുലറി ഉണ്ട്. ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് ഇറ്റ് ആഡ്സ് യുവർ വേർഡ് ഫണ്ട്, ഇറ്റ് ആഡ്സ് യുവർ കോൺഫിഡൻസ് ടു സ്പീക്ക് ഔട്ട്, ഇറ്റ് ആഡ്സ് യുവർ കോൺഫിഡൻസ് ഇൻ ലാംഗ്വേജ്, എല്ലാമാണ്. അപ്പം നൗ ഡേയ്സ് നമ്മുടെ കരിക്കുലം തീരെ പ്രസക്തി കൊടുക്കാത്തൊരു സംഗതിയാണ് വൊക്കാബുലറി. ബട്ട് trust me that if you are going for vocabulary and if you are doing something, if you are writing something, if you are making sentences on the same means, it will be beneficial for you. വൊക്കാബുലറി കുറെ കൂടെ. സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കേപ്പബിൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും കൂടെയുള്ള ഒരു റീജുവനേഷനാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയാം. അപ്പോൾ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ കേപ്പബിൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നല്ല യോഗ്യരായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ. സെലിബ്രേറ്റഡ് മീൻസ് ഫേമസ്. barefoot means without shoes or without chappal. Then suspender means belt. ബെൽറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എയ്ബ് ഫസ്റ്റ് ആ എന്താ പറയുക, ടൊമാറ്റോ ബോക്സിന് മുകളിൽ കയറി നിന്നപ്പോൾ സസ്പെൻഡറൊക്കെ ഇങ്ങനെ വലിച്ച് നിൽക്കായിരുന്നു എന്ന് പറയുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദെൻ സ്റ്റിക്കിംഗ് മീൻസ് പ്രൊജക്റ്റിംഗ്, തള്ളി നിൽക്കുക എന്നുള്ളതാണ്. റെയിൽ സ്പ്ലിറ്റിംഗ് മീൻസ് കട്ടിംഗ് വുഡ് ഫോർ മേക്കിംഗ് റെയിൽ ഫെൻസ്. ഈ പണ്ടൊക്കെ നമ്മുടെ ട്രെയിൻ പോകുന്ന വഴിക്ക് വുഡൻ പ്ലാങ്ക്സ് കൊണ്ടുണ്ടാക്കിയ ഫെൻസുകളാണ് ഉണ്ടായിരുന്നത്. അതിനെയാണ് റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാമ്പയിൻ മീൻസ് പൊളിറ്റിക്കൽ മീറ്റിംഗ് ടു ഗെറ്റ് സപ്പോർട്ട്. മൗണ്ടിങ് മീൻസ് ക്ലൈംബിംഗ്. Then applause means appreciation or clapping, and delighted means happy. Then think and respond. What made little Abe stand on the dry goods box and deliver the speech? എന്തുകൊണ്ടാണ് എയ്ബിന് ഒരു തക്കാളിപ്പെട്ടിയിൽ ഒരു എന്താ പറയുക വുഡൻ ബോക്സിന്റെ മുകളിൽ കയറി നിന്ന് സ്പീച്ച് ഡെലിവർ ചെയ്യേണ്ടി വന്നത്? ലിറ്റിൽ ഏബ് സ്റ്റുഡ് ഓൺ ദ ഡ്രൈ goods box and delivered the speech because he was replying to a stump speaker who made the speech standing on the stump of the tree. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു സ്പീക്കർ, അവിടെ ഒരു പൊളിറ്റിക്കൽ സ്പീക്കർ അവിടെ ഓൾറെഡി പ്രസൻ്റ് ആണ്. സോ ദാറ്റ് ഹി മെയ്ഡ് എയ്ബ് stand upon the wooden box and spoke and made him speak some words. അതുകൊണ്ടാണ് എയ്ബിന് വുഡൻ ബോക്സിന് മുകളിൽ കയറി നിൽക്കേണ്ടി വന്നത്. Then do you think good dress, appearance, position, the society etc are needed to present yourself before the public for a speech? അതൊക്കെ സൊസൈറ്റിയുടെ ഒരു ഫോൾസ് നോഷനാണ്. എനിവേ നമ്മൾ പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയും. സ്റ്റിൽ നമ്മുടെ ഉള്ളിലുള്ള കണ്ടന്റ്, നമ്മുടെ ഉള്ളിലുള്ള മാറ്റർ, അത് വളരെ റിച്ച് ആണ്. നമ്മൾ നോളജ്ഡ് ആണെങ്കിൽ neither this dress, neither this color of the skin, neither the physique, whether we are having that tall posture or whether we are having
ഫെയർ സ്കിൻ, ഇതൊന്നും ഒരു മാറ്ററേ അല്ല എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഇൻ നോർമൽ സർക്കംസ്റ്റാൻസസ് ഗുഡ് ഡ്രസ് അപ്പിയറൻസ് ആൻഡ് പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ആർ നീഡഡ് ടു പ്രസന്റ്. അപ്പോൾ ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇതൊക്കെ ആൾക്കാർ കുറച്ച് അംഗീകരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സം ഫേമസ് പീപ്പിൾ ലൈക്ക് എബ്രഹാം ലിങ്കൺ ആൻഡ് മഹാത്മാഗാന്ധി, അല്ലെ, മഹാത്മാഗാന്ധി അപ്പോൾ നമുക്ക് ഓർക്കാതിരിക്കാനേ കഴിയില്ല. കാരണം ഹി വാസ് എ ഹാഫ് നേക്കഡ് പേഴ്സൺ ഹാവിങ് ഓൺലി വൺ ധോത്തി. അപ്പോൾ ആ ഒരു ആളിനെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ, അല്ലെ, ആ ഒരു ലീഡർഷിപ്പ്, ആ ഒരു പെർസീവിയറൻസ്, ആ ഒരു തോട്ട്, ഐഡിയോളജി, ഇതെല്ലാം ഈ ലോകം ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ചും ഏറ്റവും മഹത്തായ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരാളിനെ മാത്രം നമ്മൾ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും എന്താ പറയുക, ഒരു ലീഡറിനെ സംബന്ധിച്ച് ഒരു വിഷയങ്ങളെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിയുടെ കാര്യം നമുക്ക് ചിന്തിക്കാതിരിക്കാൻ ആണ് നല്ലത്. കാരണം ഡിഫറെൻറ്റ് തോട്ട്സ്, ഡിഫറെൻറ്റ് പീപ്പിൾ, ബട്ട് വാട്ട് വി ആർ ഹാവിങ് ഇൻ അസ് that gives us confidence, willpower, self-esteem and self-reliant to be in front of someone to speak a few words. അതാണ്. Then what is the role of Dennis? ഡെന്നിസ് എന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര്. In bringing out the young Abe, Dennis was like a catalyst. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ റിയാക്ഷൻ സ്പീഡ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പദാർത്ഥത്തിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെന്നിസ് ആയിരുന്നു എയ്ബിന്റെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ബ്രിങ്ങിങ് ഔട്ട് യങ് എയ്ബ്, ഡെന്നിസ് റെക്കഗ്നൈസ് ദ കേപ്പബിലിറ്റീസ് ആൻഡ് എൻകറേജ് ഹിം ടു ഷോ ഇറ്റ് ബിഫോർ ദ ഓഡിയൻസ്. അപ്പോൾ ഡെന്നിസ് എന്നോ മനസ്സിലാക്കിയതാണ് കൂട്ടുകാരൻ്റെ ഈ ഒരു ടാലന്റ്. അപ്പോൾ ഹി മെയ്ഡ് എയ്ബ് സ്റ്റാൻഡ് ബിഫോർ ദ ഓഡിയൻസ് ആൻഡ് ഹി മോട്ടിവേറ്റഡ് ഹിം ടു സ്പീക്ക് ഔട്ട്. Then Dennis was a good friend of Abe and he wants to shine. അല്ലെ, അപ്പൊ നല്ല കൂട്ടുകാരുടെ പ്രത്യേകതയാണത്. എനിക്കില്ലാത്തത് മറ്റൊരു ആളിൽ കണ്ടിട്ട് അത് അസൂയപ്പെടുന്ന അല്ല നല്ല സൗഹൃദം എന്ന് പറയുന്നത്, അല്ലെ. എല്ലാവരെയും ഒരേപോലെ കാണുകയും എനിക്കില്ലാത്തത് ഒരാളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഡെന്നിസിനുണ്ടായിരുന്നു. അപ്പൊ മറക്കണ്ട, വാട്ട് ഈസ് ദ റിയൽ ക്വാളിറ്റി that can be found in a good friend. Then do you think everybody has some potential in them? Yes, of course, അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. God has created us with a unique talent in everyone. അപ്പം ചില സ്കൂളുകളിലൊക്കെ ചില ടീച്ചേഴ്സൊക്കെ പറയും കുട്ടികളൊക്കെ വരും, അവരൊക്കെ വേസ്റ്റാണ്. നത്തിങ് ലൈക്ക് ദാറ്റ്, അല്ലേ. അവരുടെ സർക്കംസ്റ്റാൻസ്, അവരുടെ പാരൻസ്, ഇതെല്ലാം അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ മാറിയെന്നാണ്. അല്ലാതെ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പലതരം പൊട്ടൻഷ്യൽ കൊണ്ടാണ്. സം പീപ്പിൾ ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ദ അതേഴ്സ് ഡു നോട്ട് ഡെയർ ടു ഷോക്കേസ് ദ ടാലൻസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു സാധ്യത ഇരിക്കുന്നത്. പോസിബിലിറ്റി, ദ ഇൻഫിനിറ്റ് പോസിബിലിറ്റി ലൈസ് ഇൻ ആർ ഡെയറിങ് അറ്റംപ്റ്റ് ടു സേ, ഡെയറിങ് അറ്റംപ്റ്റ് ടു പെർഫോം, ഡെയറിങ് അറ്റംപ്റ്റ് ടു പൊസസ്, ഡെയറിങ് അറ്റംപ്റ്റ് ടു ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. നമുക്ക് എത്രത്തോളം ധൈര്യമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് പേടിയാണ്, ചിലർ അറ്റംപ്റ്റ് ചെയ്യാറേ ഇല്ല. എനിക്ക് കഴിവുണ്ട് ബട്ട് ഐ എം നോട്ട് റെഡി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ലെസ് ആകുമ്പോൾ അവരെ പിന്നെ ഒന്നിനും പറ്റാതെയാകുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓ ഫ്ലഹർട്ടി. ലിയാം ഓ ഫ്ലഹർട്ടിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ദാറ്റ് ഈസ് സെയിങ് അബൌട്ട് എ യങ് സീകൾ, ഒരു കുഞ്ഞു പക്ഷി. ആ കുഞ്ഞു പക്ഷി, അപ്പോൾ നമുക്ക് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ വെനെവർ വി ആർ ഓപ്പണിംഗ് ദ ബുക്ക് വി ഷുഡ് ഗോ വിത്ത് ദ സെയിം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ നമ്മൾ സീകളിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു സീകളാകുക. അപ്പോൾ നമ്മൾ ആ സീകളിൻ്റെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, സീകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. ഇതായി കഴിഞ്ഞാൽ അല്ലെ നമുക്ക് താതാത്മ്യം പ്രാപിക്കുക. വി ക്യാൻ ഫീൽ ദാറ്റ് എംപതി, വി ഷുഡ് ഫീൽ ദാറ്റ് empathy or sympathy, whatever the emotion or feelings in it, we can go with the same. അപ്പോൾ ലിയാം ഓഫ് ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കലിനെ കുറിച്ച്. ആരാണ് ഇവിടെ ആദ്യം പറക്കുന്നത്? ദ സീകൾ വാസ് alone in a ledge. അപ്പം ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നാരോ പ്രൊജക്ഷൻ ഫ്രം ദ വെർട്ടിക്കൽ സർഫസ്, ഒരു ചെറിയൊരു പീക്കിനെയാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അവനവിടെ ഒറ്റയ്ക്ക് നിൽക്കുക, പാവം. ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഹാവ് ഓൾറെഡി ഫ്ലോൺ അവേ. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ ഓൾറെഡി പറന്നു കഴിഞ്ഞു. ഇവൻ പാവം ഒറ്റയ്ക്ക് ലെഡ്ജിൽ നിൽക്കുകയാണ്. ഈ ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവന് പേടിയാ, പാവം, അല്ലേ. അപ്പം ഈ ഒരു ഇന്നസെൻസിന്റെ ഒരു ഭാഗം കൂടെയാണ് ഈ പേടി എന്ന് പറയുന്നത്. അപ്പം അവൻ പാവം അവിടെ പേടിച്ച് നിൽക്കുകയാണ്.
അവൻ്റെ സിബ്ലിങ്സ് ഒക്കെ പോയി, പേരൻസും പോയി. ഹി വാസ് എലോൺ ആൻഡ് ഹി വാസ് ഫീലിംഗ് ദാറ്റ് ദ കോംപ്ലക്സ് ഇൻ ഹിം. അപ്പോൾ നമുക്കൊന്ന് നമ്മുടേതായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും അവരുടേതായ രീതിയിൽ പോയി. നമ്മുടെ ഒരു കേപ്പബിലിറ്റി ഇല്ലായ്മ കൊണ്ട് നമ്മളവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സോ സാഡ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ് ഇറ്റ് വാസ് അല്ലേ, ഡിസപ്പോയിൻറ്റിങ് ഇറ്റ് വാസ്. അപ്പം പറയാണ് ഹി ഹാഡ് he had taken a little run forward to the edge of the ledge and tried to flap his wings. അവൻ ആ ലെഡ്ജിന്റെ അറ്റം വരെ ഒന്ന് പോയിട്ട് ഇങ്ങനെ ഒന്ന് ചിറക് വിടർത്തി പറക്കാനൊന്ന് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, കുറച്ച് ഓടി നോക്കി പാവം. Then but he was afraid when he saw the sea under him. താഴേക്ക് നോക്കുമ്പോൾ പരന്ന് കിടക്കുന്ന കടലാണ് കാണുന്നത്. അപ്പൊ അവനൊരു പേടിയുണ്ട്, സത്യത്തിൽ പേടിയുണ്ട്. The sea was miles down. വലിയ ആഴമുള്ള കടലായിരിക്കും. He thought his wings would not support him. There arises the fear. അവൻ്റെ ഉള്ളിലുള്ള ഫിയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇല്യൂഷനാണ്, നമ്മുടെ തോന്നലാണ് അല്ലെ, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല. അപ്പൊ അവൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു പേടി, അതിൽ ഞാൻ മുങ്ങിപ്പോയാലോ, എൻ്റെ വിങ്സ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ഡ്രൗൺ. അപ്പോൾ ആ പേടി അവനിലേക്ക് ആദ്യമായിട്ട് എത്തുന്നു. സോ ഹി റാൻ ബാക്ക് ടു ദ ഹോൾ അണ്ടർ ദ ലെഡ്ജ് ആൻഡ് ഹി സ്ലെപ്റ്റ് ദേർ അറ്റ് നൈറ്റ്. ലെഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് തിരിച്ചു പോയി. അവൻ അവിടെ രാത്രിയിൽ ആ ഹോളിൻ്റെ അവിടെ ഉറങ്ങി, പാവം. ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ഷോർട്ടർ വിങ്സ് ദാൻ ഹിം. വെൻ കമ്പയറിംഗ് ടു ദ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വിങ്സ്, ആ സീഗൾസ് വിങ് ഇസ് ലാർജ്. അവർക്കൊക്കെ ചെറിയ വിങ്സ് ഉണ്ടായിട്ടും അവർ പറന്നുപോയി, ഇവൻ്റേത് നല്ല വലിയ വിങ്സ് ആണ്. ഈവൻ വെൻ ഹി സോ ദം റണ്ണിങ് ടു ദ എൻഡ് ഓഫ് ദ ledge, flapping their wings and flying away. എന്നിട്ടും അവന് കണ്ടോണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ. Then he did not have the courage to fly. അതാണ്, അവിടെയാണോ നമ്മുടെ എല്ലാ ഒരു താക്കോൽ എന്ന് പറയുന്നത്, എന്താണ് ആ ധൈര്യം. അവൻ ധൈര്യമില്ലായിരുന്നു എന്നുള്ളതല്ല, അവന് വിങ്സ് ഉണ്ട്, അവന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് അവിടെ ഒരു ഹർഡിലായിട്ട് നിൽക്കുന്നത്, എന്താണ് അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്നത്? വാട്ട് ഈസ് ദ ബ്ലോക്ക്? a block of the mind അല്ലെ. അവനെ ആരും തടയുന്നില്ല. ദ നേച്ചർ ഇസ് നോട്ട് അറ്റ് ഓൾ hindering him. The parents are not at all saying anything that is threatening to him. പക്ഷെ എവിടെയാണ് അവൻ്റെ ബ്ലോക്ക്? മനസ്സിൽ അല്ലേ. അപ്പം നമ്മളിതെല്ലാം പഠിക്കുന്നത് എന്തിനാണ്? സാഹിത്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെക്കാട്ടും മുമ്പേ നമുക്ക് തരുന്ന പാഠങ്ങളാണ്. അപ്പം നമുക്ക് ഉയർന്ന് പറക്കാനൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് സാഹിത്യം. അപ്പൊ അവന്റെ മൈൻഡിലാണ് ബ്ലോക്ക്. അപ്പൊ മൈൻഡ് പറയാണ് ഐ ഹാവ് നോ കറേജ്, എനിക്ക് കറേജ് ഇല്ല, ധൈര്യം ഇല്ല. ഹിസ് ഫാദർ ആൻഡ് മദർ ഷൗട്ടഡ് ഹിം, സ്കോൾഡഡ് ഹിം ആൻഡ് ത്രെറ്റൻഡ് ടു സ്റ്റാർവ് ഹിം. അങ്ങനെയാണ് അല്ലേ. നമ്മുടെ മാതാപിതാക്കളൊന്നും അങ്ങനെ അല്ല, ബട്ട് സ്റ്റിൽ ആനിമൽസിന് അറിയാം എങ്ങനെയാണ് ടൈം ചെയ്യേണ്ടതെന്ന്. അപ്പം അവരെന്ത് ചെയ്തു? അവർ സ്കോൾഡ് ചെയ്തു, ഷൗട്ട് ചെയ്തു, ആഹാരം കൊടുക്കാതൊക്കെ വരെ ഇരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് മൂവ്. എന്ത് ചെയ്തിട്ടും സീകളിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. ദിസ് വാസ് യെസ്റ്റർഡേ. ഇത് ഇന്നലെ ആയിരുന്നു കേട്ടോ. സിൻസ് ദ നോബഡി ഹാഡ് കം ടു ഹിം. ഇപ്പൊ പിറ്റേ ദിവസമായിട്ട് അവൻ്റെ അടുത്തേക്ക് നോബഡി ഹാസ് കം. The day before, all day long, he had watched parents flying. So yesterday the seagull was watching his parents flying, his sister flying, his brothers flying. So he was very much disappointed seeing all are enjoying, all are flapping their wings and all are in nature. അവരിങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ പാറി പറക്കുന്നത് നടക്കുന്നത് ഇങ്ങനെ കാണുകയാണ്. Then they were teaching them the art of flight. അവർ ഇൻഡയറക്ട്ലി അവിടെ നിന്നിട്ട് ഇവനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ചിറക് വിടർത്തി പറക്കേണ്ടത്. They taught them to skim the waves and dive fish. In between they were going down to the water and they tried to catch the fish, and sometimes they caught the fish and they enjoyed the meal together. ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? in order to make him fly and in order to make him come to their company and enjoy the life. അവന് എൻജോയ്മെന്റിന് സമയമായി. അപ്പോൾ പേടിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല, ഞങ്ങൾ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ഹിസ് പേരൻസ് വർ ഹാപ്പി ടു സീ ദർ ക്യാച്ചിങ് ഹിസ് ഫസ്റ്റ് ഫിഷ്. അങ്ങനെ ഹി സോ ഹിസ് ബ്രദർ ക്യാച്ചിങ് ഹിസ് ഫസ്റ്റ് ഫിഷ്. അവൻ കാണുകയാണ് ബ്രദറിന്
മീനിനെ കിട്ടിയിരിക്കുന്നു. പേരൻസ് ആ കാഴ്ച എൻജോയ് ചെയ്യുന്നു. ദേ സർക്കിൾഡ് അറൗണ്ട് മേക്കിംഗ് ദ പ്രൗഡ് കാക്കിൾ. കാക്കിൾ മീൻസ് ലൗഡ് സൗണ്ട് ഓഫ് ഹാപ്പിനെസ്. ആ സന്തോഷത്തിന്റെ കാക്കിൾ, ആ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് ഇവര് ഇങ്ങനെ പാറി പറക്കുകയാണ്. ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ദ ബിഗ് പ്ലേറ്റു. പ്ലേറ്റു എന്ന് പറയുന്ന മൊട്ടക്കുന്ന്. അപ്പോൾ ഇവന്റെ ആ ലഡ്ജിൽ നിന്ന് കുറച്ച് ദൂരെയായി കടൽ കടന്നിട്ട് ഒരു മൊട്ടക്കുന്നിൽ ഇവർ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ദാറ്റ് പ്ലേറ്റു the family is enjoying basking in the sun. They were skimming down, they were diving sometimes, they were catching the fish, they were doing everything and everything that they want. Then opposite to the cliff, laughing at the covered eyes of one of the members. ഇടയ്ക്കിടയ്ക്ക് അവനെ കളിയാക്കുന്നുണ്ട് അല്ലെ, പാവമുണ്ട്, സീകളിനെ കളിയാക്കുന്നുണ്ട്, അവന്റെ ധൈര്യമില്ലായ്മയെ കുറിച്ച് ഓർത്ത് കളിയാക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ സ്കൂട്ടർ പഠിക്കാൻ പോയ കാര്യം ഇങ്ങനെ ഓർക്കും. എന്താണ് എനിക്കിങ്ങനെ കുട്ടികളോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു 12 വർഷം മുമ്പാണ് പഠിക്കാൻ പോയത്. പഠിക്കാൻ പോയി അവിടെ ആ ഗ്രൗണ്ടിൽ വീണില്ല. ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ 8 എടുത്തപ്പോഴത്തേക്കിന് എൻ്റെ ആശാൻ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചു. അയ്യോ ലിറ്റിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റിന് പോയപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ലിറ്റി യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു നഗ്ന സത്യം എന്ന് പറയുന്നത്. സ്റ്റിൽ ഈ ഒരു 3 മാസം അഗെയിൻ ഐ ഹാവ് ട്രൈഡ് ആൻഡ് ഫെയിൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അഗെയിൻ അനദർ ട്രൈ, ബട്ട് ഐ വിൽ ഡു. I have the confidence and I'll do someday. Okay, fine. Then the sun was now climbing the sky and it became very hot at the ledge. ഇവരിങ്ങനെ മൊട്ടക്കുന്നിലൊക്കെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ബ്ലേസ് ചെയ്യാണ്, ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ലെഡ്ജിൽ നല്ല ചൂട്. He felt the heat more because he had not eaten since yesterday. വിശപ്പും കൂടെ ആയപ്പോൾ because of that hunger, that heat becomes so large for him to bear. അവന് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഹോട്ടായി സംഗതി. He found a dried piece of mackerel's tail at the far end of the ledge. അങ്ങനെ ഇങ്ങനെ പരതി നടന്നപ്പം ലെഡ്ജിന്റെ അങ്ങേ അറ്റത്ത് മക്കറൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മത്തി പോലത്തെ ഒക്കെ ഒരു മീനാണ്. മക്കറലിന്റെ ഒരു വാല് കഷ്ണം കിടക്കുന്നത് കണ്ടു. There was no food left. പിന്നെ വേറെ ഫുഡ് ഇല്ല. He had searched everywhere, even in rough dirt caked straw nest where he and his brothers and sisters were hatched. അവനങ്ങ് സങ്കടം വരികയാണ്. അവരുടെ ഹാച്ചിങ് പ്ലേസ് അവർ കാണുന്നു. അവിടെയാണ് അവരുണ്ടായത്. അവിടെ ഒന്നുമില്ല. ഡ്രൈ ആയിട്ടുള്ള കേക്ക് പോലിരിക്കുന്ന കുറച്ച് മണ്ണ്. He even tried to get something from the dried pieces of the eggshell. ആ ഹാച്ച് ചെയ്ത് വന്ന എഗ്ഷെൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അകത്തുനിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാലെന്ന് അവനിങ്ങനെ വിചാരിക്കുക. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ ഹാച്ച് ചെയ്ത് വന്ന മുട്ട തോടിൽ നിന്ന്, എഗ്ഷെല്ലിൽ നിന്ന് അവൻ തന്നെ കഴിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഫെൽറ്റ് ദാറ്റ് ഹി ഈസ് ഈറ്റിംഗ് സംതിങ് ഫ്രം ഹിം. അവന്റെ ദേഹത്തുനിന്ന് തന്നെ എന്തോ തിന്നുന്ന പോലെയൊക്കെ അവന് തോന്നി അല്ലേ. സോ ഹൗ helpless he was. Sometimes or many times at the time of disappointment we are also feeling the same അല്ലെ. നമുക്ക് തന്നെ നമ്മളെ ബെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ചിന്തകളുടെ ഭാരമാണ് മനുഷ്യനെ എപ്പോഴും അലട്ടുന്നത്. ചിന്തയില്ലെങ്കിൽ കുഴപ്പമില്ല. യെസ്. He then ran back and forth from one end of the ledge to another. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ലെഡ്ജിലേക്ക് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, പറക്കണോന്ന് ആലോചിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത് തന്നെ. He wanted to reach his parents without having to fly. I want to reach my parents. I want to see my parents. I want to enjoy with my parents, but I am not ready to fly. എനിക്കിതെല്ലാം കിട്ടണം അല്ലെ. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, എനിക്കെല്ലാം വേണം, പക്ഷെ എനിക്ക് അധ്വാനിക്കാൻ വയ്യ. എനിക്ക് നല്ല ശമ്പളമുള്ള ജോലി വേണം, പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ, എനിക്ക് ബുക്ക് തുറക്കാൻ വയ്യ, പഠിക്കാൻ വയ്യ. രസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, മക്കളെ നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചോണം. നിങ്ങളുടെ ഒരു 18 ഇയേഴ്സിൻ്റെ പരിശ്രമമാണ് നിങ്ങൾ ബാക്കിയുള്ള ഒരു 50 to 60 ഇയേഴ്സ് നിങ്ങൾ സുഖിച്ചങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെയൊക്കെ കുട്ടികളുടെ ചിന്തകളൊക്കെ മാറി മറിഞ്ഞത് കൊണ്ടാണ് മിസ് ഒരു ടീച്ചർ ആയതുകൊണ്ടും പറയാണ്. ഇപ്പോൾ ചോദിക്കുന്നത്, മിസ് അത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എന്ത് ചെയ്യുമെന്ന്, അത്രയും നാൾ നമ്മൾ വേസ്റ്റ് ആക്കിയില്ലെന്ന്. അങ്ങനത്തെ ചിന്തകളൊന്നും അരുത്. നിങ്ങളുടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഓൺ ദ കോൺട്രറി, ഇഫ് യു ആർ വേസ്റ്റിംഗ് ദിസ് 18 ഇയേഴ്സ് ഓഫ് ഏജ് മീൻസ് യു ആർ rest of the life will be having more negatives അല്ലേ. ഒരു കമ്പനിന്ന് വേറെ ഒന്നിലേക്ക് തട്ടി ആർക്കും വേണ്ടാതെ സൊസൈറ്റി കുറ്റപ്പെടുത്തി, വീട്ടുകാരെ കുറ്റപ്പെടുത്തി, അങ്ങനെ ഒന്നും പോകരുത്. യു ഹാവ് ടു ട്രൈ ഫ്രം ദ ബിഗിനിങ്.
കുറച്ച് കഷ്ടപ്പെടാതെ ഒന്നും ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് അതർ ദാൻ ഹാർഡ് വർക്ക് അല്ല ഇപ്പോഴത്തെ യുഗത്തിൽ യു നീഡ് സ്മാർട്ട് വർക്ക്. അപ്പോൾ ലഡ്ജിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ അവസ്ഥയാണ് അല്ലേ, നമ്മൾ വേണമെന്ന് വിചാരിക്കുന്നു, വേണ്ടാന്ന് വിചാരിക്കുന്നു, വേണമെന്ന് വിചാരിക്കുന്നു, വേണ്ടാന്ന് വിചാരിക്കുന്നു. ദെൻ but at each side of him the ledge ended in a sheer fall of precipice with the sea under it. അപ്പോൾ അവന് ഓരോ തവണ പോകുമ്പോഴും he felt it too heavy, the thought of flying. If it happens that he is going to sink and his wings are not capable of supporting him, means he will surely die. ഓരോ തവണ പോകുമ്പോഴും ഇവന്റെ മനസ്സിൽ ഇങ്ങനെ കടലിനെ കുറിച്ചുള്ള ആ ഒരു പേടി ഇങ്ങനെ കൂടി വരികയാണ്. Then he wanted to reach his parents by walking towards them. നീ പറക്കുന്നില്ല, എനിക്ക് നടന്നു പോയാൽ മതി. ബട്ട് there was no ledge to walk on. ഈ ലെഡ്ജിൽ നിന്നും പ്ലേറ്റോ വരെ പോകണമെങ്കിൽ താഴെ കടലാണ്. അപ്പൊ അവിടുന്ന് നടന്നു പോകാൻ എന്തായാലും പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ്, വി ആർ തിങ്കിങ് അബൌട്ട് സം പ്രോബബിലിറ്റീസ്, സം പോസിബിലിറ്റീസ്, സം ഇമ്പോസിബിൾ തിങ്സ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ദ ഓൺലി വേ ടു റീച്ച് ദം വാസ് ഫ്ലൈയിങ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, ഗത്യന്തരമില്ല, നമ്മൾ ചെയ്തേ മതിയാവുന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതും ഇത് ഇത്രേ ഉള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ അവർ ഫിയർ ഈസ് മോർ ദാൻ ദ റിയാലിറ്റി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വീണു പോകരുത്. അതിനാണ് ഇതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ. ഈ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ഓൺ ദ വെരി എൻഡ് ഓഫ് ദ ലെഡ്ജ്. എന്നാ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞിട്ട് ലെഡ്ജിന്റെ എഡ്ജിലേക്ക് പോകുന്നു. ഹി സ്റ്റുഡ് ഓൺ വൺ ലെഗ്. ഒരു കാലിൽ നിൽക്കുന്നു. സങ്കല്പിച്ച് നോക്കുന്നതാണെന്ന് വിചാരിക്കും, നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. ഒരു കാലിൽ നിൽക്കുന്നു. ഹൈഡിങ് ദ അതർ ലെഗ് അണ്ടർ ഹിസ് വിങ്. മറ്റേ കാലിങ്ങനെ മറ്റേ വിങ്ങിന്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു. ഈ ക്ലോസ്ഡ് വൺ ഐ. കണ്ണ് തുറന്ന് വെക്കുമ്പോഴല്ലേ പേടി വരുന്നത്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ്. ദെൻ ഹി ക്ലോസ്ഡ് ദ അതർ ഐ. ആദ്യം ഒരു കണ്ണടച്ചു, പിന്നെ ഒരു കണ്ണടച്ചു. ഹി പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്. ഉറങ്ങുന്ന പോലെ നിന്നു. ബട്ട് ഹിസ് പാരൻസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പാരൻസ് അവിടെ നിന്നിട്ട് മൈൻഡ് ചെയ്തില്ല. He saw his brothers and sisters lying on the plateau, dozing. അവരവിടെ ഇങ്ങനെ അർമാദിക്കുകയാണ്. His father was preening the feathers on the white back. ഫാദറും മദറും ഒക്കെ ഇങ്ങനെ അവരുടെ ഫെതേഴ്സ് ഒക്കെ ഇങ്ങനെ പ്രീൻ ചെയ്യാണ്, ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. only his mother was looking. ആ മദർഹുഡിന്റെ ആ ഒരു കാര്യമാണ്. ആര് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, അമ്മ അവനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. She was standing on the high hump on the plateau. പ്ലേറ്റോയിലെ ഏറ്റവും കുറച്ച് ഉയരം കൂടിയ ഹമ്പിൽ നിന്നിട്ട് അമ്മ നോക്കുകയാണ്. Her white breast was thrust forward. നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ച് നിൽക്കുകയാണ്. And then scrapped each side of the beak on the rock. അവിടെ ആ റോക്കിൽ ഇങ്ങനെ ബീക്ക് ഒന്ന് പോളിഷ് ചെയ്തു. He loved to tear food that way. The sight of the food maddened him. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു ഫുഡ് കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞു സീകളിന് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി. maddened him. He loved to tear the food that way. എങ്ങനെയെങ്കിലും എനിക്ക് ഫുഡ് വേണം എന്ന് അവൻ തീരുമാനിക്കുന്നു. His mother also made a similar sound and looked at him. അമ്മയും അതേപോലെ അവനെ നോക്കിയിട്ട് അതേ സൗണ്ട് ഉണ്ടാക്കി. come and grab the fish, come and grab the food എന്നുള്ള രീതിയിൽ അവനെ വിളിക്കുകയാണ്. He cried ga ga ga. അവൻ ഗാ 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 എന്ന് കരഞ്ഞു. begging her to bring some food to him. അമ്മ എടുത്തോണ്ട് വരാനായിട്ട് അവൻ പറഞ്ഞു. She screamed back mockingly at him. അവനിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ അവനെ നോക്കി ഗഗ ഗ എന്ന് പറഞ്ഞു. He uttered a joyful scream. He kept on making his sorrowful sounds and then suddenly uttered a joyful scream. അവൻ ആദ്യം ഒന്ന് ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞു. പെട്ടെന്ന് at that moment he tried to change. He changed that screaming to a joyous one. His mother had picked up a piece of fish and was flying towards him. എന്താണ് കാഴ്ച കണ്ടത്? He saw his mother coming towards him with a piece of fish. He leaned out eagerly, tapping the rock with his feet, trying to get nearer her. But when she was just opposite to him, she halted off. The fish was almost within reach of halted, her legs hanging limp, her wings motionless. അപ്പം അമ്മ ഇങ്ങനെ അടുത്ത് വരികയാണ്. കുഞ്ഞു സീകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തേക്ക് വരുമ്പോൾ he began to scream with that joyous mood. ഇവിടെ തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ വന്നു, തൊട്ടടുത്ത് വന്നു, അങ്ങ് ഹോൾട്ടായി.
and she was flapping her wings but not ready to move towards the seagull to feed him. അടുത്തേക്ക് വന്ന മോൻ അങ്ങനെ ഫുഡ് കൊടുക്കാനൊന്നും അവർ നിന്നില്ല. അമ്മയുടെ ചിറക് അവിടെ ഹോൾട്ടാകുന്നു. ഹെർ ലെഗ്സ് limb, her wings motionless. ചിറകടിയൊക്കെ നിന്നു. ദ പീസ് ഓഫ് ഫിഷ് വാസ് ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് ദ സീഗൾ. അവിടെ ഒന്ന് പറന്നാൽ കിട്ടുന്ന രീതിയിൽ ഫിഷ് ഉണ്ട് ഇപ്പോൾ. ഹി വെയിറ്റഡ് ഫോർ എ മൊമെന്റ് വണ്ടറിങ് വൈ ഷീ ഈസ് നോട്ട് കമ്മിങ് ഹിയർ. ഒരു മിനിറ്റ് നോക്കി, അമ്മ എന്താ ഇവിടം വരെ കൊണ്ട് തന്നിട്ട്, അല്ലേ, ബിരിയാണിയൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ട് തന്നിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? maddened by hunger. മതിയായി, ഇനിയിപ്പോൾ വിശന്ന് മരിക്കാനൊന്നും പറ്റില്ല. ഈ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ എന്ത് ചെയ്തു? ഫിഷ് അങ്ങോട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയി. ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട്വേർഡ്സ് ഡൗൺവേർഡ്സ് ഇൻ ടു ദ സ്പേസ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു കുഞ്ഞു സീകള് സ്പേസിൽ ഇങ്ങനെ ചിറകടിച്ച് നിൽക്കാണ്. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. അമ്മ ഒന്ന് പൊങ്ങി. ആസ് ഹി പാസ്ഡ് അണ്ടർ ഹെർ ഹി ഹേർഡ് ദ സൗണ്ട് ഹെർ വിങ്സ് വെർ മേക്കിംഗ്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ മുകളിലെത്തിയപ്പോഴത്തേക്കിനും കുഞ്ഞു സീകൾ താഴെ ഇങ്ങനെ ചിറകടിക്കുന്ന ശബ്ദം അമ്മ കേൾക്കുന്നു. ഹി വാസ് ടെറിഫൈഡ് ഫോർ എ മൊമെന്റ്. അപ്പോഴാണ് ആലോചിച്ചത്, നൗ ഐ മീൻ എയർ. ഷോ, ഞാൻ ഈ എടുത്ത് ചാടിയിട്ട് ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ എയറിൽ സ്പേസിൽ നിൽക്കുകയാണല്ലോ എന്ന് ഇപ്പൊ ആണ് ചിന്തിക്കുന്നത്. ഹെർ ഹാർട്ട് ബിക്കം ഫ്രോസൺ. ഹൃദയം നിന്നതുപോലെ തോന്നി. ഹി കുഡ് ഹിയർ നത്തിങ്. പേടി വരുമ്പോൾ നമ്മളൊരു ഇതിലേക്ക് ചാടി കഴിയുമ്പോൾ ആദ്യത്തെ നമ്മുടെ വിചാരങ്ങളാണല്ലേ, ആർ ഹാർട്ട് ബിക്കം ഫ്രോസൺ. ഹി കുഡ് ഹിയർ നത്തിങ്. ഒന്നും കേൾക്കുന്നില്ല. ഇറ്റ് ലാസ്റ്റഡ് ഓൺലി എ മൊമെന്റ്. ഒരു നിമിഷം അതുണ്ടായുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡിങ് ഔട്ട്വേർഡ്സ്. അടുത്ത നിമിഷം അവന്റെ ചിറക് അങ്ങോട്ട് വിരിഞ്ഞു. He felt the wind under his stomach and against his wings. എന്താ പറയാ, he felt the wind. പെട്ടെന്ന് ഒരു നിമിഷം കേൾക്കാതായ ആ സൗണ്ട് പെട്ടെന്ന് അവനിലേക്ക് വന്നു, വിൻഡിന്റെ സൗണ്ട്. He could feel the tips of the wings cutting through the air. അവന്റെ തന്നെ ചിറകുകൾ, he felt that his wings are cutting the wind. ആ ശബ്ദത്തിന് എന്തോ മാറ്റം ഉണ്ടല്ലോ. വിൻഡിലൂടെ വരുന്ന തൻ്റെ വിങ്സ് വിൻഡിനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആ തോന്നൽ പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്യുന്നു. He was not falling now. Now he recognized that he was not going to fall down. He was not flying. He was no longer afraid. ഇപ്പൊ അവന് പേടിയില്ല. എന്താണ് അവന്റെ മനസ്സിലേക്ക് എത്തിയത്? I can എന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിലേക്ക് എത്തി. He just feel a little dizzy. അവന് ചെറുതായിട്ടൊന്ന് ക്ഷീണം പോലെ തോന്നി. Then he flapped his wings and soared upwards. പക്ഷെ അവൻ ഇങ്ങനെ ചിറകടിച്ച് മുകളിലോട്ട് പറന്നു. കാണുന്നുണ്ടോ? ഇത്ര സുന്ദരമായ കാഴ്ചയാണ്. ഒരു കടലിന്റെ ഒരറ്റത്ത് സീകൾ നിൽക്കുകയാണ്, മറ്റിടത്ത് പാരൻസ് നിൽക്കുന്നു. പാരൻസ്, അമ്മ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു പീസ് ഓഫ് ഫിഷ് കൊടുക്കാൻ പോകുന്നു. ആ സമയത്ത് അവൻ എടുത്ത് ചാടുന്നു. ഹി മെയ്ഡ് എ ജോയ്ഫുൾ സൗണ്ട് ആൻഡ് ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് അഗെയിൻ. സന്തോഷം കൊണ്ട് അവനൊരു വലിയ സ്ക്രീം, ഒരു നിലവിളിച്ചു. ആൻഡ് ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് അഗെയിൻ. പിന്നെയും ചിറകടിച്ചു. ഹി ക്ലൈംബ്ഡ് ഹയർ. എന്നിട്ട് മെല്ലെ മുകളിലേക്ക് കയറി. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ്. അവൻ ഒന്നോട്ട് നെഞ്ചൊക്കെ വിരിച്ചു. ബാങ്ക്ഡ് അഗൻസ്റ്റ് ദ വിൻഡ്. ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് വിൻഡിനെ ചലഞ്ച് ചെയ്യുന്നു. Again he cackled with the same sound produced by the mother. His mother also made a sound and flew past him. അമ്മയും അതേപോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ കടന്നുപോയി. Her wings making a loud noise. അവന്റെ ചിറകിപ്പോ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. He answered her with another shout of joy. അപ്പൊ അമ്മയ്ക്ക് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് വേറൊരു സൗണ്ട് ഉണ്ടാക്കി അവനും കടന്നു പോകുന്നു. Then his father flew over him screaming. So on seeing this, the father also get overjoyed and he came to the same scene and flew with the mother and the son. Then he saw his brothers and sister flying around him, soaring and diving. അവരെല്ലാവരും വന്നു. The family came together, accompanied the seagull, and everyone is there soaring and diving. He forgot he had not been able to fly. ഇപ്പൊ അവന്റെ മനസ്സിൽ ഒരു ചിന്തയേ ഇല്ല. എനിക്കായിരുന്നോ, ഞാനാണോ പേടിച്ചിരുന്നത് എന്ന്. He was out of that fear and now he could feel that he can do something. He started diving and soaring, making loud noises of joy. അവൻ വീണ്ടും അല്ലെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ once we feel that we are confident enough to do something, പിന്നെ ആർക്കും നമ്മളെ തടുത്തു നിർത്താനോ നമ്മളെ നിരുത്സാഹപ്പെടുത്താനോ കഴിയില്ല. നമ്മുടെ മനസ്സാണല്ല, അല്ലെ. അപ്പോൾ
he was near the sea now, flying right over it. He saw the vast green sea under him and little waves moving on it. ഇപ്പം അവൻ പറന്ന് പറന്ന് ഏകദേശം താഴെ എത്തി. Now he could see the green sea. നല്ല പച്ച നിറത്തിലുള്ള വെള്ളം കാണാം. Then he turned his beak sideways and crowned in a funny way. അവൻ്റെ ബീക്കൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ഇങ്ങനെ ചലിപ്പിച്ചു, രണ്ട് സൈഡിലും ചലിപ്പിച്ചു. ഹിസ് പേരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പം വീണ്ടും അവർ പ്ലേറ്റോയിൽ സെറ്റിൽ ഡൗൺ ആകുന്നു. ദേ വേർ സിഗ്നലിംഗ് to him, calling him. He dropped his legs to stand on the green sea. അങ്ങനെ അവൻ പതുക്കെ അവരിലേക്ക് എത്താനായിട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കാല് ടച്ച് ചെയ്യുന്നു. ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു ഇറ്റ്. കാലും പതിയെ ഗ്രീൻ സീലൊന്ന് മുങ്ങി. He screamed of the fear and tried to raise again. പിന്നെ അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു പേടി വന്നു, ഇനി താൻ താഴെ പോവോ. Then flapping his wings so that he moved his wings in a very fast way. He was tired and weak with the hunger and he could not rise, exhausted with exercise. അപ്പം നമുക്കറിയാം, yesterday he hadn't ate or he hadn't eat anything. അപ്പോൾ അവന് എക്സസൈസ് ഒക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹി ഫീൽ സോ എക്സോസ്റ്റഡ് നൗ ആൻഡ് അഗെയിൻ ഹി ഡൗട്ടഡ് വെദർ ഹി കുഡ് റൈസ് ഫ്രം ദ സെയിം സീ എന്നുള്ളത്. Then his feet sank into the sea and then his belly touched and he sank no more. അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാല് പതിയെ ടച്ച് ചെയ്തു, വയറ് വരെ വെള്ളം വന്നു. പക്ഷേ yet he could maintain the same pace with the sea, not sinking. He was floating on it. Finally, he made that victorious move of floating in the sea. Around him, his family was screaming with joy, praising him, and they were offering him some scraps of dogfish. അപ്പോൾ അവനൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയിൽ they were ready with the fish, dogfish, and മക്കറൽ പോലത്തെ ഒരു ഫിഷാണ് അത്. അവനെ പ്രൈസ് ചെയ്യുന്നു, അവനെ ഉറക്കെ മറ്റേ എന്താ പറയുക. അപ്പോൾ ഈ എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ്റെ, അപ്രീസിയേഷൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. മനുഷ്യരുടെ ഇടയിലും all people needs that energy of getting motivated or energized. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക, മാക്സിമം എൻകറേജ് ചെയ്യുക, അവരെ ഹഗ് ചെയ്യുക, അവരെ കിസ് ചെയ്യുക. മക്കളെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്തോറും അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ആ ഒരു എനർജി കൂട്ടും. ഇവിടെ എന്ത് ചെയ്യാണ് സീകള്, നൗ ദ ഹോൾ ഫാമിലി ഇസ് എൻജോയിങ് ദ ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ whenever you are facing a disappointment, a frustration, a sorrowful situation, you have to bear in mind the whole story of the seagull. അവൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ദുഃഖത്തിൽ നിന്നും ഫെയിലിയറിൽ നിന്നും ഒക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ സന്ദേശം തരുന്ന ഒരു കഥയാണ് ലിയാം ഓഫ് ലഹർട്ടി. ഇനി ഫ്ലഹർട്ടിയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹി ലീവ്ഡ് ഫ്രം 19th to 20th century. വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ്. അയർലൻഡിലെ ഒരു നോവലിസ്റ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. ഹിസ് ബുക്സ് ആർ ഫേമസ് ഫോർ ദ സൈക്കോളജിക്കൽ വിഷൻ ഇൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അപ്പോൾ വളരെ മനഃശാസ്ത്രപരമായിട്ട് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് ഫ്ലഹർട്ടി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. ദെൻ ആൻഡ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ സ്വതന്ത്രമായിട്ട് നിൽക്കുക, കോൺഫിഡൻ്റ് ആകുക എന്നുള്ളതിൻ്റെ ഒരു സാധ്യത, ഒരു ആവശ്യം എന്താണെന്ന് നമുക്ക് അറിയിച്ചു തരുന്ന ആണ് അദ്ദേഹത്തിൻ്റെ. ഇനിയും ഇറ്റ് ഓൾസോ ഷോസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഏറെ പ്രയാസത്തോടെ തന്നെ പറയേണ്ടി വരും, ദുഃഖത്തോടെ തന്നെ പറയേണ്ടി വരും, ഫാമിലിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവരുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഹൗ മച്ച് ഇമ്പോർട്ടൻ്റ് ആർ ഫാമിലി ഇസ്, how much bonded we are with our family members, how much love they are giving, how much love we want to give, how much help we need, how much help they need അല്ലേ. അപ്പോൾ ഒരു പെർപ്ലെക്സ്ഡ് ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഡിലേമയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒക്കെ വലിയൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ദെൻ ത്രൂ ഔട്ട് ദ സ്റ്റോറി ദ റൈറ്റർ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ് അല്ലേ. അപ്പം by winning
ദ ഗെയിം. നമുക്കൊരു ഒരു ടാർഗറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ഒരു സംഗതി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മാഭിമാനവും ആ ഒരു സന്തോഷവും റിലയൻ്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്, നമ്മൾ ഫ്രീ ആയിട്ട് തോന്നുകയാണ്, സെൽഫ് റിലയൻസ് അല്ലേ, നമ്മൾ വളരെ ഫ്രീ ആയി, നമ്മുടെ ഒരു അഭിമാനം നമുക്ക് കൂടി. ഇതൊക്കെ നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ വേണ്ടതാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ എത്തിപ്പിടിക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ബി ഔട്ട് ഓഫ് ഫിയർ. ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പേടി മാറ്റി വെക്കുക, പിന്നീട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. And again, with the love from the supreme power, we can achieve anything, or we can go for our wildest dream as soon as possible with the help of everyone, including our family. This is the message. It is conveyed by Liam of Laherty in the lesson His First Flight.